അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഠിനമായ ചൂടിൽ കേരളം നെട്ടോട്ടമോടുകയാണ്. എന്താണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം? ഓരോ വർഷവും ആഗോളതലത്തിൽ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അതികഠിനമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണമായി പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരല്പമെങ്കിലും അതിൽ നിന്നൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഭൂമിക്ക് ഒരു കൊട പിടിക്കും പോലെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളിൽ, പരമാവധി സ്ഥലങ്ങളിൽ മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, മനുഷ്യന് വേണ്ടുന്നത് ഓക്സിജനാണ്. ഈ ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത് വൃക്ഷങ്ങളിൽ നിന്നാണ്, അതിൻ്റെ ഇലകളിൽ നിന്നാണ്. അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടത് തണലാണ്. കഠിനമായ വെയിലത്ത് ഒരു മരത്തണലിലേക്ക് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം അത്യാധുനികമായ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു എയർ കണ്ടീഷൻ സംവിധാനത്തിനും തരാൻ പറ്റുകയില്ല. താൽക്കാലികമായ തണുപ്പ് തരുന്ന ഇത്തരം മെഷീനുകൾ നമുക്ക് ദൂരവ്യാപകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മന്ദമാരുതനും അതുപോലെ തന്നെ തണലും മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് ലഭിക്കുന്നതായാൽ അത് മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യമാണ് ഉണ്ടാക്കുന്നത്. മുകളിൽ ആകാശത്തിൻ്റെ മേലാപ്പും പായ പിരിച്ച പോലെ ഭൂമിയും അലറി വിളിക്കുന്ന തിരമാലകളുടെ സൗകുമാര്യതയും മന്ദസ്മിതം തൂവുന്ന പൂവിൻ്റെ പുഞ്ചിരിയും ആനന്ദത്തിൻ്റെ ഇളം തെന്നൽ വീശുന്ന പുഷ്പവാടിയും, അങ്ങനെ ഒരുപാട് സാഹിത്യത്തിൻ്റെ വശങ്ങൾ നമ്മളുടെ നാടിനെ നോക്കി പലരും എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതെല്ലാം ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപഥസഞ്ചാരികളായ മനുഷ്യന്മാർ വികസനത്തിൻ്റെ പേരിൽ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് വലിയ വികസനമുണ്ടാക്കുമ്പോൾ ഈ നാട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. മരവും മുസ്ലിമീങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ വളരെ പ്രസക്തമാണ്. പ്രകൃതിയോട് ചേർന്ന് നിന്ന് ജീവിക്കാനാണ് മുസ്ലിമീങ്ങളോട് അവരുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവിടുന്ന് പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യഗ്റുസു ഗർസൻ വലാ ഹർസൻ ഫയഅകുലു മിൻഹു ഇൻസാനുൻ വലാ ബഹീമത്തുൻ വലാ ത്വയ്റുൻ വലാ ഷൈഉൻ ഇല്ലാ കാന ലഹു അജ്റുഹു. ഏതൊരു മനുഷ്യനും ഒരു കൃഷി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മരം നട്ട് പിടിപ്പിക്കുകയാണ്, എന്നിട്ട് അതിൽ നിന്നും പൂക്കളുണ്ടായി, കായ്കളുണ്ടായി, കായ്കനികളുണ്ടായി, അത് പഴുത്തു, അവിടെ മരക്കൊമ്പലിൽ പക്ഷികൾ വന്നിരിക്കുന്നു, അത് പഴുത്ത് പാകമായി താഴെ വീണു, അത് മൃഗങ്ങൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതെടുത്ത് കഴിക്കുന്നു. എന്നാൽ ആ മരം വെച്ച് പിടിപ്പിച്ചവന് അത് സ്വതക്കയുടെ പ്രതിഫലമാണ്, അവന് അതിൻ്റെ ഓടൊപ്പം പ്രതിഫലമുണ്ട്. കാന ലഹു അജ്റുഹു ഫഹുവ ലഹു സദഖത്തുൻ. മറ്റൊരു ഹദീസിൽ അത് അവന് സ്വതക്കയാണ്. ഏതെല്ലാം പക്ഷികൾ വന്ന് മാമ്പഴം കൊത്തിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാം. നല്ല ചക്ക കൊത്തി തിന്നുന്ന അണ്ണാനുകളെയും അതുപോലെ തന്നെ പക്ഷികളെയും നമുക്ക് കാണാം. ഇതെല്ലാം ആ മരം വെച്ച് പിടിപ്പിച്ചവന്, അതിൻ്റെ ഉടമസ്ഥന് സ്വതക്കയാണ്, പ്രതിഫലമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, മൻ ഗറസ ഷജറത്തൻ ഗറസല്ലാഹു ലഹു ബിഹാ ഷജറത്തൻ ഫിൽ ജന്ന. ഈ ഭൂമിയിൽ ആരെങ്കിലും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ആ ഭൂമിക്കൊരു തണലായി ആ മരം മാറിയാൽ, ഭൂമിക്കൊരു കുടയായി ആ മരം മാറിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് സ്വർഗത്തിൽ പറുദീസയിൽ അവന് വേണ്ടി ഒരുപാട് മരങ്ങൾ, നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന സ്വർഗമാണ് അവന് നൽകുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഈ ചൂട് കൂടുന്ന സമയത്ത്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ഒരല്പമെങ്കിലും ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഓരോ മനുഷ്യന്മാരും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കി മാന്യമായി ഈ ഭൂമിയെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അനധിവിദൂര ഭാവിയിൽ ഈ ലോകം നശിച്ചു പോകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ഖിയാമത്ത് നാളിൻ്റെ വിളംബരം നീ കേൾക്കുകയാണ്.
നാളെ മുഴുവനും ലോകം നശിക്കുകയാണ്. ഇന്ന് നിന്റെ കയ്യിൽ ഒരു ഈന്തപ്പന മരത്തിൻ്റെ തൈ കിട്ടിയാൽ നാളെ നശിക്കാൻ പോവാണ്, അതുകൊണ്ട് നമ്മൾ ഇതെടുത്ത് കളഞ്ഞേക്കാം എന്ന് പറയാതെ ഇന്ന് നീ അത് കൃഷി ചെയ്യണമെന്ന്, അത് നടണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വയലുകളും പൊൻതോടുകളും പിന്നങ്ങനെ അനവധി തോപ്പുകളും വെട്ടിമുറിക്കും വൃക്ഷങ്ങൾ തൻ ചില്ലയിലെങ്ങും കൂടുണ്ടോ, മുയലും മാനും പൂങ്കുയിലെല്ലാം വീടും വിട്ട് അകലുമ്പോൾ കേരച്ചില്ലയിൽ ഊഞ്ഞാലാടാൻ വേറൊരു കൂട്ട് നിനക്കുണ്ടോ എന്ന് പക്ഷിയെ നോക്കി പാട്ടുപാടിയ ഒരു ബാല്യത്തിൻ്റെ കഥ ഒരു പാട്ടുരൂപത്തിൽ, കവിത രൂപത്തിൽ നാം പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഫസാദ് ഉണ്ടാവുന്നത് അത് നമ്മുടെ കരങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ബിമാ കസബത് ഐദിൻ നാസ്. അവിടെയെല്ലാം വികസനത്തിൻ്റെ പേരിലും മറ്റ് കൊള്ളയടിക്കുന്നതിൻ്റെ പേരിലും മറ്റെന്തിൻ്റെ പേരിലായാലും അവിടെയെല്ലാം മനുഷ്യൻ്റെ കരങ്ങൾ കടന്നു ചെന്ന് അവിടെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയപ്പോഴാണ് ഈ ഭൂമി അത് മനുഷ്യയോഗ്യമല്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം ഈ ഭൂമിയെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അമിതവ്യയം ഒഴിവാക്കുക. വെള്ളം, ജലം അത് ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് ആ ജലം സൂക്ഷിച്ചുപയോഗിക്കുക, അമിതവ്യയം നിർത്തുക. അള്ളാഹു നമുക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകി, കുലു വശ്റബു, നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക, വലാ തുസ്രിഫു, നിങ്ങൾ അമിതവ്യയം പ്രയോഗിക്കരുത്, അമിതം കാണിക്കരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, കാരണം അമിതവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടം വെക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ നാട് നന്നാവാൻ, നമ്മുടെ ഭൂമി നന്നാവാൻ, നമ്മുടെ വരും തലമുറയ്ക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നാം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അത് നമുക്ക് ഗുണകരമാണ്. ദുനിയാവിലും ആഖിറത്തിലും അതിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.